മൂന്നാറിൽ ബഡ്ജറ്റഡ് സ്റ്റേ നോക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മറക്കാണ്ട് സേവ് ചെയ്ത് വെച്ചോളൂ. ഈ കാണുന്നത് പുല്ലിലൊക്കെ മഞ്ഞ് പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ. സത്യത്തിൽ തണുപ്പ് കൊണ്ട് നമുക്കൊന്നിലും തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുകളയാൻ തോന്നിയുമില്ല. കാറിൻ്റെ മുകളിലൊക്കെ കണ്ടോ, ഐസ് പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 4 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഞങ്ങൾ ആകെ ഒരു ദിവസം മാത്രമേ വട്ടവടയിൽ സ്റ്റേ ചെയ്തുള്ളൂ. ആ ദിവസം മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ. കാരണം അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഐസ് പിടിക്കുന്നതൊക്കെ കാണുന്നത്. ഞങ്ങളും അത് തന്നെ കേട്ടോ, ന്യൂസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണേ. അതും സമയം 8 മണിയാകാറായിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ച കാണുന്നത്. അപ്പോൾ ഇനി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഞങ്ങൾ താമസിച്ചത് പാമ്പാടും ഷോള ഫോറസ്റ്റിലായിരുന്നു കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കപ്പിൾസിന് മൊത്തത്തിൽ 2500 വരുന്നുള്ളൂ. അതും രാത്രിത്തെ ഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും അടക്കമുള്ള പൈസയാട്ടോ ഞാൻ ഈ പറയുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അതേപോലെ തന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ സെലക്ട് ചെയ്ത റൂമിൻ്റെ പേര് കുറിഞ്ഞി എന്നാണ്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോ റൂമിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയ റൂം ഇതായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ലാവിഷായിട്ട് കിടക്കാൻ പറ്റുന്ന ബെഡും, പിന്നെ ദേ ഇവിടെ ഇങ്ങനത്തെ ഒരു വ്യൂ വരുന്നുണ്ട്. നമുക്ക് ജനലിൽ കൂടി തന്നെ കാഴ്ചകൾ കാണാം. അവിടെ നിറച്ച് കുരങ്ങന്മാരായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനലൊന്നും തുറന്നിടരുതെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളവും ലഭിക്കുമായിരുന്നു കേട്ടോ. 4 മണിയാകുമ്പോൾ തന്നെ അവിടെ കോടി ഇറങ്ങുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അതുമാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ബൈസണാണ്. ഞങ്ങളെ ലൈഫിൽ ഇതുവരെ ഒരു ബൈസൺ എടുത്ത് കണ്ടിട്ടില്ല. ഇവിടെ വന്ന് താമസിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് കുറേ അധികം ബൈസനെ കാണാൻ പറ്റിയത്. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ഫോണിൽ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. യൂട്യൂബിൽ എപ്പോഴും വീഡിയോസ് കാണും കാട്ടിനകത്ത് സ്റ്റേ, അങ്ങനെ എപ്പോഴും കണ്ട് ലാസ്റ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് കേട്ടോ. സത്യത്തിൽ ഇതൊരു മാസം മുമ്പേ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത് മൊത്തത്തിൽ റൂംസ് എല്ലാം ഫുള്ളാണ്. അതുമാത്രമല്ല നമുക്കിവിടെ ബുക്കിംഗൊക്കെ അവൈലബിൾ ഓൺലി ത്രൂ ഓൺലൈനാണ്. അല്ലാണ്ട് നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ലഭ്യമല്ല. ഞങ്ങൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു മാസം മുമ്പേ ഇവിടെ ബുക്ക് ചെയ്തത് കൊണ്ടാട്ടോ ഞങ്ങൾക്കിത് കിട്ടിയത്. അതേ വൈകിട്ടായപ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ബൈസണൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അടുത്തു പോയി ഷൂട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. രാത്രി ആയപ്പോൾ ഈ ബൈസണൊക്കെ നമ്മുടെ റൂമിനടുത്ത് വരെ വന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഫോണിലത് കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ല റീൽസിന് പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള സൈറ്റ് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ നോക്കിയാൽ മതി കേട്ടോ. മൂന്നാറിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയോദ്യാനമാണ് പാമ്പാടും ഷോല ദേശീയോദ്യാനം. പാമ്പുകൾ നൃത്തം ചെയ്യുന്നത് എന്നാണ് പാമ്പാടും ഷോല കൊണ്ട് അർത്ഥമാക്കുന്നത്. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഒരു ദേശീയോദ്യാനം കൂടിയാണ് ഈ പാമ്പാടും ഷോല ദേശീയോദ്യാനം. ഇവിടെ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ആന, പുലി, ഗോർ, സാമ്പാർ ഡീർ എന്നിവയാണ്. പല വൈവിധ്യമാർന്ന ചിത്രശലഭങ്ങളും പക്ഷികളെയും നമുക്കിവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. വംശനാശ ഭീഷണി നേരിടുന്ന പല മൃഗങ്ങളെയും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പലവിധ ട്രക്കിങ്ങുകളും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് ഈ പാമ്പാടും ഷോല ഞങ്ങൾക്കായിട്ട് സമ്മാനിച്ചത് കേട്ടോ. വർഷം മുഴുവൻ തണുപ്പും, ഡിസംബർ ജാനുവരി മാസങ്ങളിൽ പറയേണ്ട നല്ല തണുപ്പായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ പ്രകൃതി സ്നേഹികൾക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ പാമ്പാടും ഷോല ദേശീയോദ്യാനം. ഇത് രാത്രിത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഫുഡ് റെഡിയായി എന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കാട്ട ഗോറ് വന്ന് നിൽക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പേടിച്ചു. പിന്നെ ആ ചേട്ടനിത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ കൈ ഇങ്ങനെ രണ്ടും വീശി അടിച്ച് അതിനെ ഓടിച്ചു. കാടിന് നടുവിലായതുകൊണ്ട് തന്നെ വലിയ റേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ എല്ലാത്തിൽ നിന്നും ഒരു ഫ്രീ ആയിട്ട്
പ്രകൃതിയോട് ഇണങ്ങി നിൽക്കാൻ പറ്റിയ ഒരു നല്ലൊരു യാത്രാനുഭവമാണ് കേട്ടോ എനിക്ക് വട്ടവട സമ്മാനിച്ചത്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത് തന്നെ ലേറ്റായിട്ടാണ്. അപ്പോൾ കണ്ട ക്ലൈമറ്റ് കണ്ടാൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ രാവിലെ പുല്ലിലൊക്കെ നിറച്ചും ഐസായിരുന്നു. പിന്നെ ഇത് അല്ലുക്കുട്ടി വായിൽ നിന്ന് പുക വരുന്നത് കാണിക്കാൻ നോക്കാം, പക്ഷേ എൻ്റെ ക്യാമറയിൽ അതൊന്നും കിട്ടുന്നില്ല. ഞങ്ങളങ്ങനെ പുറത്തെ കാഴ്ചകൾ നോക്കി നിന്നപ്പോൾ ദൈവന്യ വാനരപ്പട പേടിച്ച് വേഗം ഓടി ഞങ്ങളകത്തോട്ട് കയറിയിട്ടാ. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, എങ്കിലും എനിക്ക് പേടിയായി. ഇനി കുട്ടീനെ ഇൻ കേസ് വല്ല മാന്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ നടക്കണം. ഞങ്ങൾ എന്നിട്ട് റൂമിനകത്തുള്ള ജനാലിൽ കൂടി നോക്കി. അപ്പം ഞങ്ങളെ തന്നെ നോക്കി അവിടെ പുറത്ത് ഇപ്പുണ്ട് കുരങ്ങന്മാർ. ഈ വീഡിയോയിൽ കാണുന്നതല്ല, ഒരു 19 കുരങ്ങന്മാരാണ് സത്യത്തിൽ ആ ഭാഗത്തുകൂടി അങ്ങനെ പോയത്. സത്യത്തിൽ സീനറി കണ്ടിട്ടുണ്ടെങ്കിൽ ഏതോ ഫോറിൻ കൺട്രിയിൽ പോയി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങാലോ എന്ന് കരുതിയിരിക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.